പ്രതിച്ഛായ നന്നാക്കാൻ ഉണ്ണി നിയോഗിച്ച ആളാണ് PR മാനേജറായ വിപിൻ കുമാർ. വിപിന് ഇഷ്ടപ്പെട്ട കഥ മാത്രമായിരുന്നു ഉണ്ണി കേട്ടിരുന്നത് എന്ന് പറയുന്നു. ഉണ്ണിയെ കരുവാക്കി പല നാണം കെട്ട പരിപാടികളും വിപിൻ ചെയ്തിട്ടുണ്ടെന്ന കാര്യവും വ്യക്തമാവുകയാണ്. അതിന് ഒരു കാരണം ഇന്ന് ഉണ്ണി ചെവിക്കല്ല് നോക്കി ഒന്ന് കൊടുത്ത വിപിൻ തന്നെയായിരുന്നു. ഉണ്ണി ഇങ്ങനത്തെയൊക്കെ ആളാണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ഒരു നറേറ്റീവ്. ഹലോ നമസ്കാരം, പേജ് 10 സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഞാൻ അൻഷാദ് അമില്യാസ്. ഒരുത്തനെ ഒരാളുടെ കയ്യിൽ നിന്നും അടി കിട്ടിയെന്നും കിട്ടിയില്ല എന്നും കേട്ടു. അടി കിട്ടിയെന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ മെയിൻ പരിപാടി ആൾക്കാരെ തമ്മിലടിപ്പിക്കാനാണ്. സ്വന്തം അനുഭവത്തിൽ നിന്ന് അത് അന്ന് അടി കൊടുത്തവനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസമായില്ല. അനുഭവം സാക്ഷി. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന അനീഷ് നായർ എന്ന മാധ്യമ പ്രവർത്തകൻ ഇട്ട ഒരു പോസ്റ്റാണ് മേൽ പറഞ്ഞത്. ഇതിൽ അടി കൊടുത്തു എന്ന് പറയുന്ന വ്യക്തി നടൻ ഉണ്ണി മുകുന്ദൻ, അടി കിട്ടി എന്ന് പറയുന്ന വ്യക്തി ഉണ്ണിയുടെ PR മാനേജർ വിപിൻ കുമാർ. വിപിൻ കുമാറിനെ കുറിച്ച് ഉണ്ണിയോട് പറഞ്ഞപ്പോൾ ഉണ്ണിക്ക് വിശ്വാസമായില്ല. ഇപ്പോൾ അനുഭവത്തിലൂടെ ഉണ്ണിക്ക് മനസ്സിലായി കാണുമെന്നാണ് അനീഷ് പറയുന്നത്. വിപിൻ കുമാറിനെ മർദ്ദിച്ചുവെന്ന പരാതിയിൽ ഉണ്ണി മുകുന്ദനെതിരെ കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. ആ സാഹചര്യത്തിലാണ് അനീഷിന്റെ ഈ പോസ്റ്റ് പ്രസക്തമാകുന്നത്. പ്രതിച്ഛായ നന്നാക്കാൻ ഉണ്ണി നിയോഗിച്ച ആളാണ് PR മാനേജറായ വിപിൻ കുമാർ. ആ വിപിൻ കുമാർ തന്നെ ഉണ്ണിയുടെ പ്രതിച്ഛായ തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. ഉണ്ണിയും വിപിനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതോടെ വിപിനുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഉണ്ണിയെ കരുവാക്കി പല നാണം കെട്ട പരിപാടികളും വിപിൻ ചെയ്തിട്ടുണ്ടെന്ന കാര്യവും വ്യക്തമാവുകയാണ്. ഇതെല്ലാം ഉൾപ്പെടുത്തിയതാണ് ഈ വീഡിയോ. എന്താണ് ഈ PR മാനേജർ? ഉണ്ണി മുകുന്ദനെ കുറിച്ചുള്ള വാർത്തകളും മറ്റും ഉണ്ടാക്കുക, സോഷ്യൽ മീഡിയയിലൂടെ നടന് നല്ല ഇമേജ് ഉണ്ടാക്കി കൊടുക്കുക, നടനെക്കുറിച്ച് ചില വിശേഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതായത് മാളികപ്പുറം സ്റ്റാർ എന്നൊക്കെ ഇടയ്ക്ക് ഉണ്ണി മുകുന്ദനെ വിശേഷിപ്പിക്കുമായിരുന്നല്ലോ, അതൊക്കെ വിപിൻ്റെ സംഭാവനയാണത്രേ. പിന്നെ ഉണ്ണിയുടെ സിനിമയെക്കുറിച്ചുള്ള പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യുക, സിനിമാ പ്രൊമോഷന് വേണ്ടി ചില ഗോസിപ്പുകൾ ഉണ്ടാക്കുക, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള PR പണികളും ചെയ്യുന്ന ആൾ, അതാണ് PR മാനേജർ. അതായിരുന്നു വിപിൻ കുമാർ. എന്നാൽ PR മാനേജർ എന്നതിനപ്പുറമുള്ള ജോലികൾ വിപിൻ കുമാർ ഉണ്ണിക്ക് വേണ്ടി ചെയ്തിരുന്നു എന്നാണ് സിനിമാ മേഖലയിലെ ചിലരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് ഉണ്ണിയുടെ ഫോൺ വിളിക്കുമ്പോഴെല്ലാം എടുക്കുന്നത് വിപിൻ കുമാർ ആയിരുന്നു, കഥ കേൾക്കുന്നതും വിപിനായിരുന്നു. വിപിന് ഇഷ്ടപ്പെട്ട കഥ മാത്രമായിരുന്നു ഉണ്ണി കേട്ടിരുന്നത് എന്ന് പറയുന്നു. കഥ കേൾക്കാം എന്ന പേരിൽ പലരെയും മാസങ്ങളോളം വിപിൻ നടത്തിച്ചിരുന്നു. 5 വർഷത്തേക്ക് ഉണ്ണി ബിസിയാണ് എന്നാണ് മിക്കപ്പോഴും ഈ വിപിൻ കുമാർ പറഞ്ഞിരുന്നത് എന്നാണ് പലരും പറയുന്നത്. പലരിൽ നിന്നും പണം വാങ്ങിയെന്ന ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. ഇങ്ങനെ പല പല കാര്യങ്ങളാണ് വിപിൻ കുമാറുമായി ബന്ധപ്പെട്ട് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് കേൾക്കുന്നത്. ഇവന് ഒരു അടിയുടെ കുറവുണ്ടായിരുന്നു, അത് ഉണ്ണിയുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയതിൽ സന്തോഷമെന്നായിരുന്നു സംവിധായകൻ ജയൻ വെണ്ണേരി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത്. ഒരു സിനിമാ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ണിയെ സമീപിച്ച തനിക്ക് വിപിനിൽ നിന്ന് നേരിട്ട ദുരനുഭവമാണ് ജയൻ വെണ്ണേരി ആ പോസ്റ്റിൽ പറയുന്നത്. ആ പ്രോജക്റ്റ് വിപിനും മറ്റു ചിലരും ചേർന്ന് മുടക്കിയെന്നും ജയൻ പറയുന്നു. ആ വലിയ പോസ്റ്റിന്റെ അവസാനം ജയൻ പറയുന്നത് ഇങ്ങനെയാണ്: അതായത് അങ്ങനത്തെ വലിയൊരു പ്രോജക്റ്റ്, ഒത്തിരി പേരുടെ പ്രയത്നം, പ്രതീക്ഷ, സ്വപ്നങ്ങൾ എല്ലാം അതോടെ ഇല്ലാതായി. അതിന് ഒരു കാരണം ഇന്ന് ഉണ്ണി ചെവിക്കല്ല് നോക്കി ഒന്ന് കൊടുത്ത വിപിൻ തന്നെയായിരുന്നു. സത്യത്തിൽ ഉണ്ണിയോട് കഥ പറയാൻ വിപിന്റെ പിറകെ നടന്ന പലരും ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് ഉണ്ണി ചെയ്തത്. പിന്നെ ഇപ്പോൾ അടിച്ചുവിടുന്ന ഹെഡ്ലൈൻ നരിവേട്ടയെ പ്രശംസിച്ചതിന് ഉണ്ണി തല്ലി. അത് വിപിന്റെ PR ബുദ്ധി മാത്രമാണ്. അവനറിയാം ഒരു വാർത്തയെ എങ്ങനെ ഹൈലൈറ്റ് ചെയ്യണമെന്ന്. അതാണല്ലോ അവന്റെ പണി. മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഈ അവസരത്തിൽ പരിശോധിക്കാം എന്ന് തോന്നുന്നു. മാധ്യമപ്രവർത്തകനും തിരക്കഥാകൃത്തുമായ G കിഷോറിൻ്റെതാണ് ഈ പോസ്റ്റ്. 2014-ലോ 15-ലോ ആണ് ഞാൻ ഉണ്ണിയോട് നേരിൽ ഒരു കഥ പറയുന്നത്. K10 എന്ന സിനിമയുടെ കോഴിക്കോട്ടെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു അത്. അന്ന് ഫോൺ എടുക്കുന്നതും സംസാരിക്കുന്നതും കൂടിക്കാഴ്ചയ്ക്കുള്ള ദിവസം നിശ്ചയിക്കുന്നതും ഒക്കെ ഉണ്ണി തന്നെയായിരുന്നു. വളരെ നല്ല പെരുമാറ്റവും ശുഭാപ്തി വിശ്വാസവും ഒക്കെയുള്ള ചെറുപ്പക്കാരനായിട്ടാണ് ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ എനിക്ക് ബോധ്യപ്പെട്ടത്. മറ്റു ചില കാരണങ്ങൾ കൊണ്ട് ആ പ്രോജക്റ്റ് നടന്നില്ല. പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷമാണല്ലോ UMF എന്ന സ്വന്തം നിർമ്മാണ കമ്പനിയുമായി ഉണ്ണിയുടെ രണ്ടാം വരവും കരിയർ വിജയവും ഒക്കെ സംഭവിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഉണ്ണിയെ ഫോണിൽ തീരെ കിട്ടാതെയായി. മിക്കപ്പോഴും മാനേജർ വിപിനുമായാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത് എങ്കിലും ഉണ്ണിയേക്കാൾ വലിയ തിരക്കാണ് അദ്ദേഹത്തിന് എന്ന് തോന്നിയിട്ടുണ്ട്. ഒടുവിൽ ഉണ്ണിയുടെ അച്ഛൻ മുകുന്ദൻ സാറിനോട് സംസാരിച്ച ശേഷമാണ് വിപിൻ ഒരു സിനോപ്സിസ് അയക്കാനെങ്കിലും ആവശ്യപ്പെട്ടത്. 3 വർഷം മുമ്പ് അയച്ച സിനോപ്സിസിന് ഇതുവരെ മറുപടി ഉണ്ടായിട്ടില്ല. ഉണ്ണി അത് കണ്ടിട്ട് പോലുമില്ല എന്നാണ് അറിയാനായത്.
സിനിമയ്ക്ക് അകത്തും പുറത്തുമായി ഉണ്ണിയെ പിന്തുണച്ച പലരും ഇന്ന് അദ്ദേഹത്തിനെതിരാണെന്ന് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് അദ്ദേഹം പങ്കുവയ്ക്കുന്ന രാഷ്ട്രീയ നിലപാട് കൊണ്ടല്ല, ചുറ്റുമുള്ള ഉപഗ്രഹങ്ങളുടെ സ്വാധീന വലയത്തിൽപ്പെട്ട് ഒരു മായിക പ്രപഞ്ചത്തിൽ അകപ്പെട്ടു പോയതുകൊണ്ടാണ്. അതായത് ഉണ്ണിയുടെ പല പ്രോജക്റ്റുകളും മുടക്കിയത് വിപിൻ കുമാർ ആണെന്ന് ഈ പോസ്റ്റുകളിൽ നിന്നെല്ലാം നമുക്ക് വായിച്ചെടുക്കാം. അതായത് ഉണ്ണിയുടെ ഇമേജ് നന്നാക്കുകയല്ല വിപിൻ കുമാർ ചെയ്തത്, പകരം കരിയർ തന്നെ ഇല്ലാതാക്കുന്ന പണിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പല പ്രമുഖ നടന്മാരെയും നേരിട്ട് ഫോണിൽ കിട്ടുമ്പോഴാണ് ഉണ്ണിയെ ഫോണിൽ പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വിപിനെ കുറിച്ച് ഉണ്ണിയോട് പലരും മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഉണ്ണി അത് അവഗണിച്ചു. അതാണ് ഉണ്ണിക്കിപ്പോൾ വലിയ വിനയായി മാറിയിരിക്കുന്നത്. 2018 ഉണ്ണി മുകുന്ദൻ ടീമിലേക്ക് വിപിൻ എത്തുന്നത് എന്നാണ് ഉണ്ണിയുടെ തന്നെ പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിപിനുമായി ഉണ്ണി വലിയ രീതിയിലുള്ള വ്യക്തിബന്ധം സൂക്ഷിച്ചിരുന്നു എന്നതും ഉണ്ണി മുകുന്ദൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിപിൻ്റെ ബർത്ത്ഡേ വരെ ആഘോഷിക്കുന്ന ഉണ്ണി മുകുന്ദനെ നമുക്ക് ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് കാണാൻ കഴിയും. അതായത് ഒപ്പം മിക്ക വീഡിയോകളും വിപിനെ ഉണ്ണി മുകുന്ദൻ ടാഗ് ചെയ്തിട്ടുണ്ട്. അതായത് അത്രത്തോളം അടുപ്പം സൂക്ഷിച്ചിരുന്ന ആളാണ് ഉണ്ണിക്ക് നല്ല പണി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് സാരം. ഉണ്ണിയെയും മറ്റ് പലരെയും തമ്മിലടിപ്പിക്കാനുള്ള നീക്കം വിപിൻ നടത്തിയിരുന്നു എന്നാണ് പലരും ഇപ്പോൾ പറയുന്നത്. ടൊവിനോയുമായും ഉണ്ണിയുമായും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചിരുന്നു. ഇക്കാര്യം പോലീസിൽ നൽകിയ പരാതിയിലും വിപിൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ടൊവിനോ ചിത്രമായ നരിവേട്ട എന്ന സിനിമയെ അഭിനന്ദിച്ച് പോസ്റ്റ് ഇട്ടത് കൊണ്ടാണ് ഉണ്ണി തന്നെ ആക്രമിച്ചത് എന്നാണ് വിപിൻ മാധ്യമങ്ങളോടും പറഞ്ഞത്. മാത്രമല്ല ഒരു പ്രമുഖ നടൻ നൽകിയ കൂളിംഗ് ഗ്ലാസ് ഉണ്ണി എറിഞ്ഞു പൊട്ടിച്ചു എന്നും പരാതിയിലുണ്ട്. ആ നടനോടുള്ള വിരോധം കൊണ്ടാണ് ഉണ്ണി അത് ചെയ്തത് എന്നാണ് വിപിൻ ഈ പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല നിഖില വിമലുമായി ഉണ്ണി പ്രശ്നത്തിലാണെന്നും പരാതിയിൽ പറയുന്നു. സിനിമ തട്ടിയെടുക്കാൻ മറ്റൊരു നടന്റെ സിനിമ തട്ടിയെടുക്കാൻ ഉണ്ണി ശ്രമിച്ചെന്നും വിപിൻ്റെ പരാതിയിലുണ്ട്. അതായത് ഉണ്ണി ഇങ്ങനത്തെയൊക്കെ ആളാണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ഒരു നറേറ്റീവ് അത് സൃഷ്ടിക്കുകയാണ് പോലീസിന് നൽകിയ പരാതിയിലൂടെയും വിപിൻ കുമാർ എന്ന ഉണ്ണിയുടെ മുൻ PR മാനേജർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരാളെയാണല്ലോ ഉണ്ണി മുകുന്ദൻ ഇത്രയും നാൾ കൂടെ കൊണ്ട് നടന്നത് എന്നതാണ് ഓർക്കേണ്ടത്. പലരും പറഞ്ഞിട്ടും അതൊന്നും പരിശോധിക്കുക പോലും ചെയ്യാതെ ഉണ്ണി അയാളെ വിശ്വസിക്കുകയാണ് ചെയ്തത്. ഉണ്ണി മുകുന്ദൻ്റെ ഈ അനുഭവം പല താരങ്ങൾക്കും പാഠമാകണം. സ്വന്തം ഇമേജ് കെട്ടിപ്പടുക്കാൻ ആരെയും ഏൽപ്പിക്കേണ്ട കാര്യമില്ല, അത് സ്വന്തം കാര്യമാണ്. നല്ലവണ്ണം പെരുമാറുകയും നല്ല സിനിമകൾ ചെയ്യുകയും നല്ല രീതിയിൽ ആളുകളുമായി മിങ്കിൾ ചെയ്യുകയും ചെയ്താൽ ഇമേജ് സ്വയമേ വന്നുകൊള്ളും എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.